വെൽക്കം ബാക്ക് ടു സൈലം ലേണിംഗ്. അനിറ്റ മിസ് ആണ്. അപ്പൊ നമ്മുടെ എക്സാം ഇതാ ഇങ്ങ് എത്തിപ്പോയി. അപ്പൊ അതിന് മുന്നോടിയായിട്ട് ചില പ്രധാനപ്പെട്ട ചോദ്യങ്ങളുമായിട്ടാണ് ഇന്ന് മിസ് വന്നിരിക്കുന്നത് കേട്ടോ. അപ്പൊ എല്ലാവരും എന്ത് ചെയ്യുക, മിസ്സിന്റെ കൂടെ ഈ ഓരോ ചോദ്യങ്ങളും ചെയ്തു നോക്കുക. എന്നിട്ട് തെറ്റിപ്പോയാൽ അത് തിരുത്തി പഠിക്കാൻ മറന്നു പോകരുത്. നമ്മുടെ ഒന്നാമത്തെ ചോദ്യത്തിലേക്ക് നമ്മൾ കടക്കുവാണ്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഇതാ, അനു ട്രൈങ് ടു ഡ്രോ ഹൗ ദ മൂൺ അപ്പിയർ ഫ്രം ദി ന്യൂ മൂൺ ഡേ ടു ഫുൾ മൂൺ ഡേ. ഹെൽപ്പ് ടു ഷെയ്ഡ് ദിസ് പിക്ചർ സ്യൂട്ടബ്ലി. അനു കറുത്തവാവ് മുതൽ വെളുത്തവാവ് വരെ രാത്രിയിൽ ചന്ദ്രനെ കാണുന്നത് എങ്ങനെ എന്ന് വരയ്ക്കാൻ ശ്രമിക്കുകയാണ്. ചിത്രങ്ങൾ ശരിയായ രീതിയിൽ ഷെയ്ഡ് ചെയ്ത് പൂർത്തിയാക്കുക. അപ്പൊ ഇങ്ങനെ ഒരു ചോദ്യം വന്നാൽ നമുക്ക് എങ്ങനെ എഴുതാനായിട്ട് സാധിക്കും? നമ്മളോട് ഇവിടെ പറഞ്ഞിട്ടുണ്ട് കറുത്തവാവ് മുതൽ വെളുത്തവാവ് വരെയാണ് നമുക്ക് ഇങ്ങനെ ഷെയ്ഡ് ചെയ്യേണ്ടത്. അപ്പൊ ഇവിടെ കറുത്തവാവ് ഏതാണ്, വെളുത്തവാവ് ഏതാണ് എന്ന് നമുക്കത് ആദ്യം കണ്ടുപിടിക്കണം അല്ലെ. അപ്പൊ നമുക്ക് ഇതാണ് നമ്മുടെ അമാവാസി എന്ന് പറയുന്നത്. അമാവാസിക്ക് മറ്റൊരു പേരാണ് കറുത്തവാവ് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ന്യൂ മൂൺ ഡേ. അതുപോലെ തന്നെ ഇതാണ് നമ്മുടെ പൗർണമി എന്ന് പറയുന്നത്. പൗർണമിയുടെ മറ്റൊരു പേരാണ് മക്കളെ നമ്മുടെ ഫുൾ മൂൺ ഡേ അല്ലെങ്കിൽ വെളുത്തവാവ്. അപ്പൊ നമ്മൾ കറുത്തവാവും കണ്ടുപിടിച്ചു, വെളുത്തവാവും കണ്ടുപിടിച്ചു. ഇനി നമുക്ക് എന്ത് ചെയ്താൽ മതി? ജസ്റ്റ് ഒന്ന് കളർ ചെയ്താൽ മാത്രം മതി, ഒന്ന് ഷെയ്ഡ് ചെയ്താൽ മതി. ഈ കറുത്തവാവിന്റെ പ്രത്യേകത എന്താ? അവിടെ നമുക്ക് ചന്ദ്രനെ ഒട്ടും കാണാനായിട്ട് സാധിക്കില്ല. പക്ഷേ നമ്മുടെ വെളുത്തവാവിന്റെ പ്രത്യേകത എന്താ? അവിടെ നമുക്ക് ചന്ദ്രനെ നല്ല വൃത്തിയായിട്ട് മുഴുവനായിട്ട് കാണാനായിട്ട് സാധിക്കും. അപ്പൊ ഞാൻ എന്ത് ചെയ്യാൻ പോവാണ്? ഒന്ന് ഷെയ്ഡ് ചെയ്യാൻ വേണ്ടി പോവാണ്. ഇവിടെ നമുക്ക് നോക്കാം. അമാവാസിയിൽ നിന്നും ഈ കളർ എടുക്കാനാണ് മിസ് കുറെ നേരമായിട്ട് നോക്കുന്നത്. അമാവാസിയിൽ നിന്നും നമ്മൾ പൗർണമിയിലേക്കാണ് നമുക്ക് ഇവിടെ ഷെയ്ഡ് ചെയ്യേണ്ടത്. അപ്പൊ നമ്മൾ എന്തായിരിക്കും നോക്കുക? അതിങ്ങനെ കൂടിക്കൂടി വരികയാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് പറ്റും. കാരണം കറുത്തവാവ് എന്ന് പറയുന്നത് ചന്ദ്രനെ ഒട്ടും കാണാൻ പറ്റില്ല. വെളുത്തവാവിലാണെങ്കിൽ മുഴുവനായിട്ട് കാണാൻ പറ്റും. അപ്പൊ എന്തായിരിക്കും സംഭവിക്കുക? ചന്ദ്രന്റെ പ്രകാശിത ഭാഗം കൂടിയാണ് വരുന്നത്. അപ്പൊ മിസ് എന്ത് ചെയ്യാൻ പോവാണ്? ഒന്ന് ഷെയ്ഡ് ചെയ്യാനായിട്ട് പോവാണ്. നമ്മുടെ അമാവാസി കഴിഞ്ഞിട്ട് നെക്സ്റ്റ് എങ്ങനെ നമുക്ക് വരയ്ക്കാനായിട്ട് പറ്റും? യെസ്, നമുക്കൊരു മൂണിനെ ഒരു തേങ്ങാപ്പൂള് പോലെ നമുക്ക് വരയ്ക്കാനായിട്ട് സാധിക്കും. പിന്നെ അടുത്ത ദിവസമോ 7ാമത്തെ ദിവസമൊക്കെ ആകുമ്പോഴേക്കും നമുക്ക് മൂണിനെ നേർപകുതിയായിട്ട് അല്ലെങ്കിൽ ഹാഫ് മൂൺ ആയിട്ട് കാണാനായിട്ട് സാധിക്കും. പിന്നെ നമ്മൾ നോക്കുന്ന സമയം കുറച്ചും കൂടി വലുതായിട്ട് നമുക്ക് മൂണിനെ കാണാനായിട്ട് സാധിക്കും. അതാണ് മിസ് ഇവിടെ വരച്ചു തരുന്നത്. ഇനി ഏറ്റവും ലാസ്റ്റ് പൗർണമി ആകുമ്പോഴേക്കും നമുക്ക് മൂണിനെ മുഴുവനായിട്ട് കാണാനായിട്ട് സാധിക്കും. അപ്പൊ ഈ ഒരു രീതിയിൽ മക്കൾ എന്ത് ചെയ്യണം? വരയ്ക്കാനായിട്ട് പഠിച്ചു വെക്കുക കേട്ടോ. അപ്പൊ ഇതിന്റെ ഒരു ചിത്രം നമുക്ക് ഇവിടെ ടെക്സ്റ്റ് ബുക്കിൽ നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. ഇവിടെ നിങ്ങൾ നോക്കിയാൽ ഈ ഒരു ദിവസമാണ് മക്കളെ, ഇതാ മിസ് ഷെയ്ഡ് തരാം കേട്ടോ. ഈ ഒരു ദിവസമാണ് നമ്മുടെ ന്യൂ മൂണ് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ നമ്മുടെ അമാവാസി. അതുപോലെ ഈ ഒരു ദിവസമാണ് നമ്മുടെ ഫുൾ മൂണ് അല്ലെങ്കിൽ നമ്മുടെ പൗർണമി എന്ന് പറയുന്നത്. അപ്പൊ ന്യൂ മൂണിൽ നിന്ന് ഫുൾ മൂണിലേക്ക് വരുമ്പോഴും ഫുൾ മൂണിൽ നിന്ന് ന്യൂ മൂണിലേക്ക് വരുമ്പോഴും ഉണ്ടാവുന്ന ഷെയ്ഡ് മക്കൾ എന്ത് ചെയ്യുക? ഒന്ന് നോട്ട് ചെയ്ത് വെക്കുക കേട്ടോ. ഇനി നമ്മൾ അടുത്ത ചോദ്യത്തിലേക്ക് പോവാണ്. കംപ്ലീറ്റ് ദ വേർഡ് വെർബ്. അപ്പൊ ഇവിടെ എന്താ കൊടുത്തിരിക്കുന്നത്? എയർ കൊടുത്തിട്ടുണ്ട്. അപ്പൊ എയറിന്റെ കുറച്ച് സ്പെഷ്യാലിറ്റീസ് വേണം നമുക്ക് ഇവിടെയൊക്കെ നമുക്ക് എഴുതാനായിട്ട്. അപ്പൊ എയർ എന്ന് പറയുന്ന അല്ലെങ്കിൽ ഗ്യാസസിന്റെ എന്തെല്ലാം സ്പെഷ്യാലിറ്റീസ് നമുക്കൊക്കെ അറിയാം. ഒന്ന് ആലോചിച്ച് നോക്കിക്കേ. യെസ്, ഇവിടെ കൊടുത്തിരിക്കുന്നത് പോലെ തന്നെ എയറിന് എന്താണ് മക്കളെ? നോ ഷേപ്പ്, ആകൃതി ഇല്ല. അതുപോലെ തന്നെ എയറിന് ഒക്യുപ്പൈ സ്പേസ്, സ്ഥലം ആവശ്യമാണ്. അതുപോലെ തന്നെ എയറിന് എന്തുണ്ട്? ശക്തിയുണ്ട്, പവറുണ്ട്. അതിന്റെ കൂടെ തന്നെ ഇറ്റ് ക്യാൻ ഏബിൾ ടു സ്പ്രെഡ്, അതായത് വ്യാപിക്കാനുള്ള കഴിവുണ്ട്. അപ്പൊ എയറിന്റെ കുറച്ച് സ്പെഷ്യാലിറ്റീസ് ആണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. അതും എന്റെ മക്കള് പഠിച്ചു വെക്കുന്നത് നല്ലതായിരിക്കും. ഇനി അടുത്ത ചോദ്യത്തിലേക്ക് പോവാണ്. ലുക്ക് അറ്റ് ദ മാപ്പ് ഓഫ് ദി കേരള ആൻഡ് റൈറ്റ് ദ ഡയറക്ഷൻ. ദിശ അടയാളപ്പെടുത്താനാണ് നമ്മളോട് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ എങ്ങനെയാണ് നമുക്ക് ദിശ അടയാളപ്പെടുത്തേണ്ടത്? നമ്മൾ അതിനൊരു കോഡ് നിങ്ങൾ പഠിച്ചിട്ടുണ്ടാകും എന്ന് പ്രതീക്ഷിക്കുന്നു. ന്യൂസ് എന്ന് എഴുതിയാൽ മതി. ഈ എഴുതുന്നത് ഇങ്ങനെ വേണം, NEWS. ഈ ഒരു രീതിയിൽ വേണം ന്യൂസ് എന്ന് എഴുതാൻ. അതൊരു കോഡാണ്. ഈ ന്യൂസ് എന്ന് പറയുന്നതിൽ N എന്ന് പറയുന്നത് എന്താണ്? നോർത്ത്, E എന്ന് പറയുന്നത് ഈസ്റ്റ്, W എന്ന് പറയുന്നത് വെസ്റ്റ്, S എന്ന് പറയുന്നത് സൗത്ത് ആണ്. ഇനി മലയാളത്തിൽ നമുക്കത് എങ്ങനെ പഠിക്കാനായിട്ട് പറ്റും? ഇതേ ഓർഡറിൽ തന്നെ നമുക്ക് എങ്ങനെ എഴുതാൻ വേണ്ടി പറ്റും? വക്കീപത്തെ. എന്താണ്? വക്കീപത്തെ. ആ ഒരു കോഡ് ഓർത്തിരിക്കുക. വക്കീപത്തെ ന്യൂസ്. അപ്പം വക്കീപത്തെ എന്ന് പറയുമ്പോൾ വാ എന്ന് പറയുന്നത് എന്താണ്? വടക്ക്, പിന്നെ ഇത് കിഴക്ക്, ഇത് പിന്നെ എന്ത് വരും? പടിഞ്ഞാറ്, ഇത് പിന്നെ നമ്മുടെ തെക്ക്. അപ്പൊ ഈ ഒരു രീതിയിൽ ഡയറക്ഷൻ നിങ്ങൾ ഓർത്തു വെക്കുക. ഇനി അടുത്ത ചോദ്യം എന്ന് പറയുന്നത് നിങ്ങളുടെ ജില്ലയ്ക്ക് നിറം നൽകൂ.
അപ്പൊ ഇവിടെ 14 ജില്ലകളുണ്ട്. അപ്പൊ അതിൽ ഏത് ജില്ലയിലാണ് നിങ്ങളുള്ളത് ആ ജില്ലയ്ക്ക് നിറം കൊടുക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. ഇപ്പൊ മിസ് എവിടെയുള്ളത്? കോഴിക്കോടാണ്. അപ്പൊ കോഴിക്കോടുള്ള ഭാഗത്ത് മിസ് എന്ത് ചെയ്യണം? ദാ ഇവിടെ കൊടുത്തതുപോലെ നിറം കൊടുക്കണം. അതുപോലെ നിങ്ങളുടെ ജില്ല ഏതാണെന്ന് ഐഡന്റിഫൈ ചെയ്തിട്ട് നിറം കൊടുക്കാം. അപ്പൊ കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്തത്. ഇനിയും നമുക്ക് ധാരാളം ചോദ്യങ്ങളുണ്ട്. അതൊക്കെ നമ്മൾ മെഗാ മാരത്തോണിലും അതുപോലെ തന്നെ ചെറിയ ചെറിയ കോർണർ വീഡിയോസ് ഒക്കെ ആയിട്ട് നിങ്ങളുടെ അടുത്തോട്ട് ഞങ്ങൾ കൊണ്ടുവരുന്നതായിരിക്കും. അപ്പൊ എല്ലാ വീഡിയോസും നിങ്ങൾ കാണുക, നിങ്ങളുടെ ഫ്രണ്ട്സിന് അയച്ചു കൊടുക്കുക. ഇനി 4ാം ക്ലാസ് കഴിഞ്ഞിട്ട് നിങ്ങളിതാ UP സെക്ഷനിലേക്ക് 5ാം ക്ലാസ്സിലേക്ക് പ്രവേശിക്കുമ്പോൾ സൈലത്തിന്റെ വക ഒരു ഓൺലൈൻ ട്യൂഷൻ ബാച്ച് ഉണ്ട്. അതാണ് നമ്മുടെ സ്വന്തം പൃഥ്വി ബാച്ച്. അപ്പൊ ഈ ഒരു ബാച്ചിലും നിങ്ങൾക്ക് 5ാം ക്ലാസ്സിലെ എല്ലാ സബ്ജക്റ്റും എല്ലാ യൂണിറ്റും അടിപൊളിയായിട്ട് ലൈവ് ആൻഡ് റെക്കോർഡ് സെക്ഷൻസിലൂടെ നിങ്ങൾക്ക് പഠിക്കാനായിട്ട് പറ്റും. ഓരോ ചാപ്റ്റേഴ്സ് കഴിഞ്ഞിട്ട് യൂണിറ്റ് ടെസ്റ്റ് ഉണ്ടാവും, ഡൗട്ട് ക്ലിയർ ചെയ്യാനുള്ള സെക്ഷൻസ് ഉണ്ടാവും. അതുപോലെ തന്നെ ഇൻഫോർമേറ്റീവായ മറ്റനവധി വീഡിയോസ് നിങ്ങൾക്ക് ഈ ഒരു ബാച്ചിൽ അവൈലബിൾ ആണ്. അപ്പൊ കൂടുതൽ ഡീറ്റെയിൽസിന് വേണ്ടി നിങ്ങൾ എന്ത് ചെയ്യണം? ഈ കാണുന്ന ഫോൺ നമ്പറിൽ ഒന്ന് വിളിച്ചു നോക്കുക കേട്ടോ. അപ്പൊ എല്ലാവരും അടിപൊളിയായിട്ട് ഇത്തവണത്തെ EVS എക്സാം എഴുതുക. ഓൾ ദി വെരി ബെസ്റ്റ് മക്കളെ, ആൻഡ് താങ്ക് യു സോ മച്ച്. ബൈ ബൈ.